ത്രിപുരയിൽ കോൺഗ്രസ് തിരിച്ചെത്തുന്നു. ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ചില പദ്ധതികൾ ത്രിപുരയിൽ കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. പുറത്തുപോയതും പുറത്താക്കിയവരുമായ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും തിരിച്ചു പാർട്ടിയിലേക്ക് കൊണ്ടുവരാനാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. മുൻ മുഖ്യമന്ത്രിയും പുറത്താക്കപ്പെട്ട നേതാവുമായ സമീർ രഞ്ജൻ ബർമനുമായി ചർച്ച നടത്തി. 2017 മാർച്ചിലാണ് ബാർമനെ കോൺഗ്രസ് പുറത്താക്കിയത്. എന്നാൽ അദ്ദേഹം മറ്റു പാർട്ടികളിൽ ചേർന്നിരുന്നില്ല. ഈ പ്രത്യേകം സാഹചര്യം കണക്കിലെടുത്താണ് ഇദ്ദേഹവുമായി PCC അധ്യക്ഷൻ ചർച്ച നടത്തിയത്. വീണ്ടും കോൺഗ്രസിൽ ക്ഷണിക്കേണ്ട താമസം ബർമൻ കൂടുതലൊന്നും ആലോചിക്കാതെ കോൺഗ്രസിനൊപ്പം ചേർന്നു. 2016 ത്രിപുരയിൽ കോൺഗ്രസിൽ നിന്ന് ഒട്ടേറെ നേതാക്കൾ രാജിവെച്ചത്. മുൻ PCC അധ്യക്ഷൻ സുദീപ് റോയ് ബർമന്റെ നേതൃത്വത്തിലായിരുന്നു കൂട്ടക്കൊഴിഞ്ഞുപോകൽ. ഇവരെല്ലാം തൃണമൂലിൽ ചേർന്നു. എന്നാൽ 2017 BJPയിലേക്ക് കൂടുമാറുകയും ചെയ്തു. തിരിച്ചുവരുന്ന എല്ലാ നേതാക്കളെയും അർഹമായ രീതിയിൽ പരിഗണിക്കുമെന്ന് PCC അധ്യക്ഷൻ ദെബർമൻ പറഞ്ഞു. ദില്ലിയിലേക്ക് തിരിച്ചുവരാൻ ചില നേതാക്കൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇവരെ ദില്ലിയിലേക്ക് കൊണ്ടുപോകാനാണ് ത്രിപുര കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുമായി ഈ നേതാക്കൾ ചർച്ച നടത്തുമെന്ന് ദെബർമാൻ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP ഇല്ലാത്ത വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരുക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് ദെബർമാൻ വ്യക്തമാക്കി. സിക്കിമിന്റെ പാർട്ടി ചുമതലയുള്ള AICC അംഗമാണ് ദെബർമാൻ. ഏതായാലും രാഹുലിന്റെ പദ്ധതികൾ നടപ്പിലായാൽ ത്രിപുരയിലും കോൺഗ്രസ് വാഴുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് ബിഗ് 14. വീട്ടുപാത്ര ഗൃഹോപകരണ രംഗത്ത് 7 പതിറ്റാണ്ടിന്റെ പ്രൗഢ പാരമ്പര്യവുമായി കാസർഗോഡിന്റെ പുതിയ അടുക്കള മൈ കിച്ചൺ. പരമ്പരാഗതവും ആധുനികവുമായ വീട്ടുപാത്രങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം കാസർഗോഡ് മറിയം ട്രേഡ് സെന്ററിലെ മൈ കിച്ചൺ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു. മേൽത്തരം കമ്പനികളുടെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ക്രോക്കറി പാത്രങ്ങളുടെയും ഓട്ടുവിളക്കുകൾ, പിച്ചള പാത്രങ്ങളുടെയും വിപുലമായ ശേഖരണം. ഗൃഹപ്രവേശന പാർട്ടികൾക്ക് പ്രത്യേക കിഴിവും സൗജന്യ ഡെലിവറിയും. മൈ കിച്ചൺ, ഹൗസ് ഹോൾഡ് ആൻഡ് ഗിഫ്റ്റ്സ്, മറിയം ട്രേഡ് സെന്റർ, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്.